വാട്സാപ്പ് ചാറ്റുകൾ ലോക്ക് ചെയ്തിടുന്നതും ലോക്ക് ചെയ്ത ചാറ്റുകൾ ഹൈഡ് ചെയ്യുന്നതും ഹൈഡ് ചെയ്ത ചാറ്റുകൾ സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്ത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ സൂക്ഷിക്കുന്നതുമൊക്കെ പല ആളുകൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇപ്പോഴും വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് പോയിക്കോളൂ. അറിയാത്ത ആളുകൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വാട്സാപ്പ് ചാറ്റ് ലിസ്റ്റിലുള്ളവരെ നമുക്ക് ലോക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു വ്യക്തിയെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചാറ്റ് ലോക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കാണാൻ സാധിക്കും. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഫേസ് ID അല്ലെങ്കിൽ പിൻ നമ്പർ, ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഉടനെ തന്നെ ആ ഒരു ചാറ്റ് ഇവിടെ ലോക്ക് ചാറ്റിൽ വന്നു കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നുകൂടി കൊടുക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു സീക്രട്ട് കോഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സീക്രട്ട് കോഡ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഇമോജിയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അതേ ഇമോജി തന്നെ ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ആ ഒരു ഇമോജിയുടെ അകത്താണ് ഇപ്പോൾ ഈ ഒരു ലോക്ക് ചാറ്റ് ഉള്ളത്. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ ഇപ്പോൾ ഇവിടെ എവിടെയും നമുക്ക് ആ ഒരു ചാറ്റ് ലിസ്റ്റ് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇവിടെ സെർച്ച് ബാറിൽ അതേ ഇമോജി നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു. ഇവിടെ ലോക്ക് ചാറ്റ് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ആ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്തിട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കുക. ഇനി മറ്റൊരു വ്യക്തിയെ കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തി അവിടെ ലോങ് പ്രസ് ചെയ്തു. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ലോക്ക് ചാറ്റ് വന്നു. ഞാനിപ്പോൾ ലോക്ക് ചാറ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അതേ ഫിംഗർ പ്രിൻറ്റ് ഞാനിവിടെ ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു വ്യക്തിയും അതേ സ്പെഷ്യൽ ക്യാരക്ടറിൻ്റെ അകത്ത് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ സെർച്ച് ബാറിൽ ഞാനിപ്പോൾ അതേ ഇമോജി ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ലോക്ക് ചാറ്റ് വന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ 2 വ്യക്തികൾ ഈ ഒരു ലോക്ക് ചാറ്റിൻ്റെ അകത്ത് ഹൈഡായി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വ്യക്തികളെ നമുക്ക് ലോക്ക്ഡ് ചാറ്റിൽ നിന്നും ഒഴിവാക്കണം. അതിനായിട്ട് നമുക്കിവിടെ 3 ഡോട്ട്സ് മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ലോക്ക് സെറ്റിംഗ്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 2 ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ സീക്രട്ട് കോഡ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആ ഒരു സീക്രട്ട് കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കരുത്. ഇവിടെ ടേൺ ഓഫ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഓഫ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 2 ഭാഗവും ഓഫായിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് ഈ ഒരു ലോക്ക്ഡ് ചാറ്റിൻ്റെ അകത്ത് നിന്നും ഇവരെ ഒഴിവാക്കണം. ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. 2 പേരും ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അൺലോക്ക് ചാറ്റ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നും നിങ്ങൾ ബാക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ ചാറ്റ് ലിസ്റ്റിൽ ആ 2 വ്യക്തികളും ഇവിടെ വന്നിട്ടുണ്ടാകും. അപ്പോൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ചാറ്റ് ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇതുപോലെ ലോക്ക് ചെയ്തിടാം. അതുപോലെ തന്നെ ഹൈഡ് ചെയ്തിടാം. എന്നിട്ട് സ്പെഷ്യൽ ക്യാരക്ടർ കൊടുത്ത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ രഹസ്യമാക്കി വെക്കാനും സാധിക്കും. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.